وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ആഴ്ചതോറും നടത്തി വരാറുള്ള മതപഠന ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അവസാനം നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഈ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന ഒരുപാട് ആളുകൾ മരണപ്പെട്ടുപോയി. ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സഹോദരിമാർ, ഭാര്യ, ഭർത്താക്കന്മാർ, പ്രത്യേകിച്ച് പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, ഇന്ന് മറവിട്ടുപോയ അലീക്ക എന്ന് പറയുന്ന സഹോദരൻ, അല്ലാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി റാഹത്താക്കി തരണേ റഹ്മാനെ. ഇന്ന് സ്വല്പനേരം നിങ്ങളോട് സംസാരിക്കുന്നത്, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൽ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ, അതേപോലെ ഖബറിലുള്ളതായ ശിക്ഷകൾ, ഈ ശിക്ഷകൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ ഇളവ് ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ കിതാബുകളിലൊക്കെ കാണാം. ആ 7 വിഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. കാരണം നമ്മളൊക്കെ മരിക്കേണ്ട ആളുകളാണ്. മരണപ്പെട്ടുപോയി ഖബറിലുള്ള ആ ഒരു ഭീകരമായ അവസ്ഥയിൽ പെടാതിരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് അറിയുമ്പോൾ, ഈ 8 വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും നമ്മൾ ഉൾപ്പെടുകയാണെങ്കിൽ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരനുഗ്രഹമാണത്. ഇന്ന് ജുമഅക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഭൂമി ലോകത്ത് നമുക്കുണ്ടെങ്കിലും പരലോകമാകുന്ന ലോകത്ത് ചെല്ലുമ്പോൾ ഒന്നും നമുക്കില്ല എങ്കിൽ നമ്മൾ ഭൂമിയിൽ നേടിയതൊന്നുകൊണ്ടും ഒരു ഉപകാരവുമില്ലാതെയായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഖബറിൽ അതിൻ്റെ ശിക്ഷകളിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന 8 വിഭാഗം ആളുകളെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കിതാബ് സുആൽ എന്ന് പറയുന്ന ഒരു കിതാബിൽ ഈ 8 വിഭാഗം ആളുകളെ വിശദീകരിക്കുന്നുണ്ട്. അതാണ് കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നത്. അതിൻ്റെ മുമ്പായി മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുക. ഇന്ന് ചിലപ്പോൾ യൂട്യൂബുകളിലൂടെയൊക്കെ ചില ആളുകൾ ഖബറിൽ ഒരു ശിക്ഷ ഇല്ല, ഖബറിൽ അങ്ങനെ ഒരു അദാബില്ല, ചോദ്യം ചോദിക്കുന്നതായ ഒരു മലക്കുകൾ ഖബറിൽ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വീഡിയോസുകൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായ ഒരു ഉദയം ചെയ്ത ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങളത് സെർച്ച് ചെയ്ത് കണ്ട് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അദ്ദേഹം പറയുന്നത് ഖബറിൽ ശിക്ഷയൊന്നുമില്ല എന്നാണ്. ധാരാളം ഹദീസുകൾ, ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത അത്ര ഹദീസുകൾ, ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരുപാട് ഹദീസുകൾ കാണാം ഖബർ ശിക്ഷയെക്കുറിച്ച്, ഖബറിലെ ചോദ്യങ്ങളെക്കുറിച്ച്. അപ്പം ഈ ഹദീസുകളൊക്കെ കള്ള ഹദീസുകളാണ്, അതൊന്നും സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് ആദ്യം തന്നെ അങ്ങോട്ട് പഠിച്ചു വിടുക. അതുകൊണ്ട് അതല്ല, വിശുദ്ധമായ ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസം തന്നെയാണ് ഖബറിലുള്ളതായ ചോദ്യം, ഖബറിലുള്ളതായ ശിക്ഷകൾ. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്.
ഇത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഉറക്കം അല്ലാഹു തആല നൽകുന്നത്. ആ ഉറക്കിലൂടെ നാം കാണുന്ന സ്വപ്നങ്ങൾ ഇതെല്ലാം ആ ഖബർ ശിക്ഷയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളെ നമുക്ക് ഓർമ്മപ്പെടുത്തിയതാണ് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ഭയാനകമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണും, പേടിക്കുന്ന സ്വപ്നങ്ങൾ കാണും. സ്വപ്നമാണ് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ശരിക്കും പേടിക്കും, നമ്മൾ ശബ്ദങ്ങൾ ഉണ്ടാക്കും, ആകെ വിയർക്കും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. സന്തോഷങ്ങളും അതേപോലെ തന്നെയാണ്. ഇതൊക്കെ സ്വപ്നത്തിൽ നമ്മൾ അനുഭവിക്കുന്നു. നമ്മുടെ അടുത്ത് കിടക്കുന്ന ഭാര്യ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല, കൂടെ കിടക്കുന്നവർ അറിയുന്നില്ല. നമ്മൾ പേടിക്കുന്നുണ്ട്, നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. സ്വപ്നത്തിലാണ് എല്ലാം അനുഭവിച്ച് നമ്മളിങ്ങനെ കിടക്കുകയാണ്. ഉറക്കം നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട് എന്നതുപോലെ തന്നെയാണ്. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിളാണ് മരണശേഷവും നമ്മളൊക്കെ അറിയുന്നു, അനുഭവിക്കുന്നു. പക്ഷേ മറ്റൊരാൾക്കും നമ്മുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാനോ പ്രകടമായി നമ്മുടെ ശരീരത്തിൻ്റെ ബാഹ്യചേഷ്ടികളെ കൊണ്ട് അത് മനസ്സിലാക്കാനോ കഴിയില്ല. ഇത് തന്നെയാണ്. എന്നാൽ ഖബറിൽ അല്ലാഹു തആല ഈ രീതിയിലുള്ള ശിക്ഷകൾ വെച്ചിട്ടുണ്ടെങ്കിലും 7 വിഭാഗം ആളുകൾക്ക് ഈ ശിക്ഷകളിൽ ഇളവുകളുണ്ട്. ഈ ശിക്ഷകൾ അവർക്ക് ഇളവുണ്ട് എന്ന് മഹാന്മാർ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ ഖബറിലെ ശിക്ഷകളെ കുറിച്ച് വിശദീകരിക്കാൻ തന്നെ കിതാബുകൾ എഴുതിയ മഹാന്മാരുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, അതിൽ ഒന്നാമത്തെ വിഭാഗം ഷഹീദ് ശുഹദാക്കളാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആളുകൾ, അവർക്ക് ഖബറിൽ ചോദ്യമില്ല. അവർക്ക് ഒരുപാടുണ്ടല്ലോ. കുളിപ്പിക്കണ്ട, അവരെ കുളിപ്പിക്കാൻ പാടില്ല, കുളിപ്പിക്കലേ ഹറാമാണ്. അവരെ പേരിൽ നിസ്കരിക്കലേ ഹറാമാണ്. അവരെങ്ങനെയാണോ മരിച്ചത് എങ്കിൽ ആ രക്തത്തോടുകൂടെ കഫൻ ചെയ്തുകൊണ്ട് അടക്കം ചെയ്യണം. അവരെ നിസ്കരിക്കണ്ട, അവരെ കുളിപ്പിക്കണ്ട. നമ്മുടെ നിസ്കാരം ദുആയൊന്നും കിട്ടിയിട്ട് വേണ്ട. അവർക്ക് അത്രത്തോളം അല്ലാഹുവിൽ സ്വീകാര്യരായിട്ടുള്ള ആളുകളാണവർ. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തത് ഈ ജിഹാദിന് വേണ്ടി സന്നദ്ധരായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ. ഇതൊക്കെ ഇസ്ലാമികമായിട്ടുള്ള ഭരണകൂടങ്ങളിലാണ്. അതായത് ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങളെ നല്ല രീതിയിൽ അത് പ്രാവർത്തികമാക്കി ജീവിക്കുകയും അതിന് തടസ്സം നിൽക്കുന്ന ആളുകളോട് എതിരിടുകയും ചെയ്യുന്ന ആ ഒരു മനസ്സോടുകൂടെ ജീവിക്കുന്ന ആളുകൾ, ഇവർക്കും ഖബറിൽ ചോദ്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ്. ഇത് രണ്ടും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നില്ല, ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇനി മൂന്നാമത് ത്വാഊൻ പോലെയുള്ള പ്ലേഗ്, ഇങ്ങനെയുള്ള പകർച്ചവ്യാധി അസുഖങ്ങൾ വന്നുകൊണ്ട് മരണപ്പെടുന്നതായ ആളുകൾ, അവർക്കും ഖബറിൽ ചോദ്യമില്ല എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ കൊറോണ സമയത്തൊക്കെ മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ വളരെ ഭീകരമാണ്. ഭീകരം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുമ്പോഴേ നമുക്കതറിയുള്ളൂ. നമ്മുടെ പള്ളിയിലും അടക്കം ചെയ്തിട്ടുണ്ട്. കുളിപ്പിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒരു തയമ്മം ചെയ്തുകൊണ്ട് അടക്കം ചെയ്തതായ ആളുകൾ രാത്രിയിൽ കൊണ്ടുവന്ന് നമ്മൾ പുറമേയൊക്കെ നമ്മളെ റോഡ് സൈഡിൽ ആംബുലൻസ് നിർത്തി അതിൽ നിന്ന് ചെറിയ രൂപത്തിൽ ആ തയമ്മങ്ങളൊക്കെ ലഘുവായ രീതിയിൽ ചെയ്തുകൊണ്ട് അടക്കം ചെയ്തതായ മയ്യത്തുകൾ നമ്മുടെ ഈ പള്ളിക്കാട്ടിലുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സഹോദരിയാണ്. അല്ലാഹുവേ, ആ സഹോദരിയുടെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കി കൊടുക്കണേ റഹ്മാനെ. ആരാരുമില്ലാതെ ഒറ്റക്കായി നീ കാണുകയാണെങ്കിൽ തന്നെ ആ കിറ്റൊക്കെ ഇട്ട് നമ്മൾ കണ്ടതാണല്ലോ. കണ്ടെയ്ൻമെന്റ് സോണും ഓരോ ഏരിയകൾ ഉണ്ടായിരുന്നല്ലോ അന്ന്. മുണ്ടാൻ പാടില്ല, പോകാൻ പാടില്ല, നടക്കാൻ പാടില്ല, സമ്പർക്ക പട്ടിക എന്നൊക്കെ പറഞ്ഞൊരു ഭീകരമായ അവസ്ഥയായിരുന്നല്ലോ അന്ന്. മനുഷ്യന്മാരെ തന്നെ കാണൂല. ഈ അസുഖം പിടിപെട്ട് ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ കാണുന്നത് എന്താ? ഈ രീതിയിലാകെ മൂടി പുതച്ച് മലക്ക് അസ്രായിൽ വരികയാണോ എന്ന് തോന്നിപ്പോകും ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ പെട്ടെന്ന് നോക്കിയാൽ. ഈ രീതിയിലുള്ള ഭീകരമായ അവസ്ഥകളായിരുന്നു. അങ്ങനെയൊക്കെ ദുന്യാവിൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾ, അവർക്ക് ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല എന്നാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് തദ്കിറത്തുൽ ഖുർത്തുബി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഈ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരുപാട് ആളുകളെ വിശദീകരിക്കുന്നുണ്ട്. ഷഹീദിന്റെ കൂലി പരലോകത്ത് ലഭിക്കുന്ന ഒരുപാട് ആളുകളെ വിശദീകരിച്ചിട്ട് പറയുന്നു,
ഈ ആളുകൾക്കൊന്നും ഖബറിൽ ചോദ്യമുണ്ടാവുകയില്ല. ആരൊക്കെയാണ് ആ ഷഹീദിന്റെ കൂലി ലഭിക്കുന്നതായ ആളുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഒരുപാട് ഹദീസുകളിലൂടെ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ തഉദ്ദൂന ശുഹദാഅ ഫീകും. ഒരിക്കൽ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളിൽ ശുഹദാക്കളുടെ സ്ഥാനം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു, സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് മൻ ഖുതില ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരാണല്ലോ ശുഹദാക്കൾ. അതാണല്ലോ അങ്ങ് ചോദിക്കുന്നത്. ആരാണ് ശുഹദാക്കൾ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടതായ ആളുകളാകുന്നു. ഫഹുവ ഷഹീദ്, അവരല്ലേ ശുഹദാക്കൾ. ഖാല, അപ്പൊ നബി തങ്ങൾ പറയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ മാത്രമാണ് ശുഹദാക്കൾ എങ്കിൽ ഇന്ന ശുഹദാഅ ഉമ്മത്തി ഇദൻ ലഖലീൽ, എന്റെ ഉമ്മത്തിൽ ശുഹദാക്കൾ വളരെ കുറച്ച് മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. കാരണം ധർമ്മസമരം ചെയ്യേണ്ടത് എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അതിന്റെ സാഹചര്യങ്ങളിൽ മാത്രമല്ലേ ധർമ്മസമരം ചെയ്യേണ്ടി വരികയുള്ളൂ. അപ്പൊ അതിൽ കൊല്ലപ്പെട്ടവരാൾ മാത്രമാണ് ശുഹദാക്കൾ എങ്കിൽ വളരെ കുറച്ച് മാത്രമല്ലേ എന്റെ സമുദായത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു. ഖാലു, അപ്പൊ സ്വഹാബികൾ വീണ്ടും ചോദിക്കുകയാണ്, ഫമൻഹും യാ റസൂലല്ലാഹ്, എന്നാ പിന്നെ ആരാണ് നബിയെ ശുഹദാക്കൾ? അള്ളാഹുവിന്റെ ധർമ്മസമരത്തിൽ യുദ്ധം ചെയ്തവരല്ലാതെ മരണപ്പെട്ടവർ, അങ്ങനെ മരിച്ചവരല്ലാത്തവരും ഉണ്ടെങ്കിൽ അതാരൊക്കെയാണ്? നബി തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തത് മൻ ഖുതില ഫീ സബീലില്ലാഹ് ഫഹുവ ഷഹീദ്, അത് കറക്റ്റാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് മരണപ്പെട്ടവർ. അതേപോലെ വമൻ മാത ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, അള്ളാഹുവിന്റെ ധർമ്മസമരത്തിന് വേണ്ടി പുറപ്പെട്ടു, സമരത്തിലല്ലാതെ ഈ ലോകത്ത് നിന്ന് മറ്റേതെങ്കിലും കാരണത്താൽ മരണപ്പെട്ടാലും അവരും ശുഹദാക്കൾ തന്നെ. വമൻ മാത ഫി ത്വാഊനി ഫഹുവ ഷഹീദ്, പകർച്ചവ്യാധി വന്നുകൊണ്ട്, പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് എന്റെ ഉമ്മത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരാരോ അവരും രക്തസാക്ഷികളാണ്. വമൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദ്, വയറ് സംബന്ധമായിട്ടുള്ള അസുഖം വന്ന് പിടിപെട്ട് മരണപ്പെട്ട ആളുകൾ, വയറിൽ ക്യാൻസർ വന്നു, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. വയറിൽ ക്യാൻസർ വന്നു, മറ്റേതെങ്കിലും മുറിവുകൾ ഉണ്ടായി, വയറിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായി, വയറ്റിനകത്ത് പ്രശ്നങ്ങൾ വന്ന് വേദന സഹിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് എൻ്റെ ഉമ്മത്തിൽ ആരെങ്കിലും മരിച്ചാൽ അവരും ഷഹീദാണ്, ശുഹദാക്കളാകുന്നു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുഹദാക്കൾ 3 വിഭാഗം ആളുകളുണ്ട്, അതാദ്യം മനസ്സിലാക്കണം. ഒന്ന്, ഷഹീദു ദുനിയ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും അവർക്ക് ഷഹീദിന്റെ പദവിയുള്ളവർ. അഥവാ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദുന്യാവിലും ഷഹീദ് എന്ന് വെച്ചാൽ അവനെ കുളിപ്പിക്കാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല, അങ്ങനെ മറവ് ചെയ്യണം. അത് ദുന്യാവിലെ ഷഹീദിന്റെ ഒരു മഹത്വമാണ്. അതോടൊപ്പം ആഖിറത്തിലും അവന് ഷഹീദിന്റെ പ്രതിഫലമുണ്ട്. ഇത് ധർമ്മസമരത്തിൽ മരിച്ച ആളുകൾക്ക് മാത്രമേ ഇതുള്ളൂ. ഇനി രണ്ടാമത്തത്, ദുന്യാവിൽ അവനെ കുറിച്ച് ഷഹീദ് എന്ന് പറയും, ആഖിറത്തിൽ ഷഹീദ് എന്ന് പറയൂല. അതാരാണ്? ആളുകൾ കാണുന്നതിന് വേണ്ടി ധർമ്മസമരം ചെയ്ത് ധീരനാണ് എന്നുള്ളതൊക്കെ വരുത്താൻ വേണ്ടി മരണപ്പെട്ട ആൾ, ഭൂമിയിൽ അവനെ കുറിച്ച് ഷഹീദ് എന്ന് പറയും, ആഖിറത്തിൽ ഷഹീദ് എന്ന് പറയില്ല. ഇനി മൂന്നാമത്തെ വിഭാഗം, ദുന്യാവിൽ അവനെ കുറിച്ച് ഷഹീദ് എന്ന് പറയൂല, പരലോകത്ത് അവനെ കുറിച്ച് ഷഹീദ് എന്ന് പറയും. ആ വിഭാഗം ആളുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. വയറ് സംബന്ധമായ രോഗം വന്ന് ഒരാൾ മരണപ്പെട്ടാൽ അവൻ ഷഹീദാണ്. വൽ ഗരീഖു ഷഹീദുൻ, നബി തങ്ങൾ പറയാൻ, മുങ്ങി മരിച്ചതായ ഒരാൾ നിലയില്ലാത്ത വെള്ളത്തിൽ കിടന്ന്, ഇപ്പൊ നമുക്കറിയാം വയനാടിന്റെ ദുരന്തത്തിൽ ഒരുപാട് പേര് ഉറങ്ങിക്കിടക്കുകയായിരുന്നു, വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അതിന്റെ മുമ്പ് കവളപ്പാറ, അതല്ലാതെയും ചെറിയ ഉരുൾപൊട്ടലിലും അല്ലാതെയും ബക്കറ്റിലെ വെള്ളത്തിൽ വീണൊക്കെ ചെറിയ കുഞ്ഞുങ്ങളും അല്ലാതെയും ഒക്കെ മരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും മുങ്ങി മരിച്ചാൽ അവനും ഷഹീദാണ്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, മറ്റൊരു ഹദീസിലൂടെ നബി തങ്ങൾ വിശദീകരിക്കുകയാണ്, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്.
ഒരാളുടെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒരാളെ കാവല് നിർത്തി, അല്ലെങ്കിൽ അയാളുടെ സമ്പത്താവട്ടെ ആ സമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരാളോടുള്ള സംഘട്ടനം നടത്തിയതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഒരാൾ ഭൂമിയിൽ ഷഹീദല്ലെങ്കിലും അവൻ പരലോകത്ത് ഷഹീദാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുകയാണ്, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. അത് നമ്മൾ പറഞ്ഞതാ. വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദ് വമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദ്. അവന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരാൾ മരിച്ചു. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന സമയത്ത് അവനോടുള്ള ദേഷ്യം കാരണം ഒരാൾ പിറകിലൂടെയോ നേരിട്ടോ അവനെ വാഹനം ഇടിച്ചോ അല്ലാതെയോ ഒക്കെ കൊലപ്പെടുത്തിയാൽ അത് അവന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവൻ മരിച്ചവനാണ്. അവനും പരലോകത്ത് ഷഹീദിന്റെ കൂലി ലഭിക്കുന്നവനാണ്. വമൻ ഖുതില ദൂന അഹ്ലിഹി, ഒരാൾ തന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മരണപ്പെട്ടതാണ്. കുടുംബത്തെ ആക്രമിക്കാൻ വേണ്ടി ഒരാൾ വന്നു, കള്ളൻ വന്നു, വീടുകാരെ ഉപദ്രവിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അക്രമിയായ ഒരാൾ വന്നു നമ്മൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്, അവനെ എതിർക്കുന്ന കൂട്ടത്തിൽ നമ്മൾ മരണപ്പെട്ടുപോയി എങ്കിൽ അവനും ഷഹീദിന്റെ കൂലിയുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ തങ്ങളാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത ഇൻ ജാഅ റജുലുൻ യരീദു അഖദ മാലി ഉഖിദ മാലി, എന്റെ സമ്പത്ത് പിടിച്ചടക്കാൻ വേണ്ടി ഒരാൾ വന്നു, ഒരു മനുഷ്യൻ, ഞാൻ എന്ത് ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു, ഫലാ തുതിഇഹി മാലക, നിന്റെ സമ്പത്ത് നീ അവന് വിട്ടുകൊടുക്കരുത്. നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലും, നിന്റെ കൈവശമുള്ളത് ഇപ്പൊ നീ എടുത്തോന്ന് ഒരാൾ വന്ന് പറഞ്ഞു. സമ്പത്ത് കൊടുക്കരുത് എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ആ കാശ് കൊടുത്താൽ നമുക്ക് രക്ഷപ്പെടാം, അങ്ങനെ കൊടുക്കണ്ട. ഫലാ തുതിഇഹി മാലക, നിന്റെ സമ്പത്ത് അയാൾക്ക് നീ കൊടുക്കരുത്. അറഅയ്ത ഇൻ ഖാതലനി, കൊടുത്തില്ലെങ്കിൽ അവൻ എന്നെ കൊന്നുകളയും, അവൻ എന്നോട് സംഘട്ടനത്തിന് വരും. കാല, അപ്പ നബി തങ്ങൾ പറഞ്ഞു, നീ പേടിച്ചോടണ്ട, ഖാതിൽഹു, അവന് നീ എതിരിടണം. കാൽ, അപ്പൊ അയാൾ വീണ്ടും ചോദിച്ചു, അറഅയ്ത ഇൻ ഖതലനി, അതിൽ ഞാൻ കൊല്ലപ്പെട്ടാലോ നബിയേ? കാല, നബി തങ്ങൾ പറഞ്ഞു, ഫഅൻത ഷഹീദ്, നീ ശുഹദാക്കളിൽപ്പെട്ട ആളാണ്. അറഅയ്ത ഇൻ ഖതൽതുഹു, ഇനി ഞാൻ അവനെയാണ് കൊന്നത് എങ്കിലോ? ഹുവ ഫിന്നാരി, അവൻ നരകത്തിലാകുന്നു. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഷഹീദിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അപ്പൊ വെറും ഒരു രക്തസാക്ഷികളായാൽ മാത്രമല്ല, ഒരു അഭിമാനത്തോടുകൂടെ, ഒരു ധൈര്യത്തോടുകൂടെ ജീവിക്കുക. മരിക്കൽ എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ, അതുകൊണ്ട് കാശെടുക്കടാ ഇപ്പൊ കൊല്ലൂ എന്ന് പറഞ്ഞാൽ അതിനൊന്നും വകവെച്ചു കൊടുക്കരുത് എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. എന്തോ ആവട്ടെ, അപ്പൊ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ദുന്യാവിലും ആഖിറത്തിലും ഷഹീദായവരും പരലോകത്ത് ഷഹീദിന്റെ മഹത്വമുള്ളതായ ആളുകളും അവരും ഈ ലോകത്ത് ഷഹീദ് എന്ന ഗണത്തിൽ പറയാമെങ്കിലും അവർക്കൊക്കെ പരലോകത്തേക്കുള്ള ആദ്യ കവാടമായ ഖബർ ഷരീഫിൽ ചോദ്യങ്ങൾ ഉണ്ടാവുകയില്ല, ശിക്ഷകൾ ഉണ്ടാവുകയില്ല, ഇളവുകൾ ഉണ്ടാകുമെന്നാണ്. മാത്രമല്ല ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു മറ്റൊന്നുകൂടെ പറയുന്നു. അവിടെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹശറിന്റെ അവസാനത്തെ ആയത്തുണ്ടല്ലോ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. സഹോദരിമാരെ ശ്രദ്ധിക്കുക, സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ ആയത്ത്, ഇത് ഒരു മനുഷ്യൻ പതിവായി ഓതുന്നവനായാൽ, അതാണ് ഇടക്കിടക്കൊക്കെ നമ്മളത് ഇശാന്റെ നിസ്കാരങ്ങളിലും സുബഹിലൊക്കെ പാരായണം ചെയ്യുന്നത്, അതിന് മഹത്വമുള്ളത് കൊണ്ടാണ്. എല്ലാ ദിവസവും അത് ഏതെങ്കിലും ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ അവനും ഈ പരലോകത്തേക്കുള്ള ആദ്യ കവാടമായ ഈ ഖബറിലുള്ള ശിക്ഷയ്ക്ക് ഇളവുണ്ട്. ഷഹീദിന്റെ ഗണത്തിൽ അവനെ ഉൾപ്പെടുത്തുന്നതാണ്. ഷഹീദിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തിയവന് ഖബറിൽ ശിക്ഷയിലും ഇളവുണ്ട്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. രണ്ടാമത്തത്, വുളൂ എപ്പോഴും ഉള്ള ഒരു മനുഷ്യൻ. അതുകൊണ്ട് ലൗ അൻസൽനെ ഓതൽ വളരെ സിമ്പിളാണല്ലോ. സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ ആയത്താണത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. 1-2 മിനിറ്റ് മതി അത് പാരായണം ചെയ്യാൻ.
രണ്ടാമത് എപ്പോഴും വുളൂ ഉള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനും അല്ലാഹു തആല ഷഹീദിന്റെ പ്രതിഫലം നൽകും. ളുഹാ നിസ്കാരം പതിവാക്കിയ ഒരാൾ, ളുഹാ നിസ്കാരത്തിന്റെ മഹത്വമൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴും നിസ്കരിക്കാവുന്ന ഒരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ചുരുങ്ങിയത് 2 റക്അത്താണ്, അധികരിച്ചാൽ 8 വരെ പോവാം, 4 റക്അത്തും ആവാം. അങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ അതിലുണ്ട്. 2 റക്അത്തെങ്കിലും ളുഹാ നിസ്കാരം പതിവാക്കിയ ഒരാൾ ഷഹീദിന്റെ പ്രതിഫലം പരലോകത്ത് ലഭിക്കുന്ന ഒരാളാണ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തദ്കിറത്തുൽ ഖുർത്തുബി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നു. അടുത്തത് വിത്ർ നിസ്കാരം പതിവാക്കുന്ന ആൾ. ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കാരത്തിന്റെ ഇടയിൽ എപ്പോഴും നിർവഹിക്കാവുന്ന, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ എപ്പോഴും നിർവഹിക്കാവുന്ന ഒരു നിസ്കാരമാണ് വിത്ർ. റമളാനിൽ അതിൽ ജമാഅത്ത് സുന്നത്തുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കൽ. ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്ത്, സാധാരണയിൽ 3 റക്അത്ത്, അധികരിച്ചാൽ 11 റക്അത്ത് വരെ നിസ്കരിക്കാവുന്ന ഒരു നിസ്കാരമാണ് വിത്ർ. അത് പതിവാക്കുക. എത്രയെങ്കിലും 1 റക്അത്ത് എല്ലാ ദിവസവും നിസ്കരിക്കൽ കറാഹത്താണ് എന്ന് കാണാം. 3 റക്അത്ത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. അത് ആദ്യം 2 റക്അത്തിൽ സലാം വീട്ടി പിന്നെ 3-ാമത്തെ റക്അത്ത് ഒറ്റക്കായി നിർവഹിക്കണം. ഒറ്റയായ നിസ്കാരം എന്നാണ് വിത്ർ നിസ്കാരം എന്നതിൻ്റെ അർത്ഥം തന്നെ. അതുകൊണ്ട് 3 അല്ലെങ്കിൽ 5 ഇങ്ങനെ ഒറ്റയായിട്ട് നമുക്ക് കിട്ടാവുന്ന രീതിയിലൊക്കെ അത് നിസ്കരിക്കാം. 7 റക്അത്ത് നിസ്കരിക്കാം. ആദ്യം ഈ 2 റക്അത്ത് അങ്ങനെ സലാം വീട്ടി 7-ാമത്തെ റക്അത്ത് 1 റക്അത്തായിട്ട് നിസ്കരിക്കാം. അങ്ങനെ 11 വരെ നിസ്കരിക്കാം. ഈ വിത്ർ നിസ്കാരം ജീവിതത്തിൽ പതിവാക്കിയ ഒരാൾ പരലോകത്ത് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരാളാണ്. അടുത്തത് മഹാൻ വിശദീകരിക്കുന്നത്, എല്ലാ അറബി മാസവും 3 ദിവസം നോമ്പനുഷ്ഠിക്കുക. എല്ലാ അറബി മാസവും നമുക്കറിയാലോ, എല്ലാ അറബി മാസവും 3 ദിവസം. പിന്നെ വെളുത്ത വാവ് കറുത്ത വാവിന്റെ ദിവസങ്ങളിലൊക്കെ നോമ്പനുഷ്ഠിക്കാം. തിങ്കൾ വ്യാഴം ഇന്ന ദിവസം എന്നില്ല, 3 ദിവസം ഒരു മാസത്തിൽ, അറബി മാസത്തിൽ 3 ദിവസം പതിവായി നോമ്പനുഷ്ഠിക്കുന്ന ആളാണെങ്കിലും അവനും ഷഹീദിന്റെ പ്രതിഫലമുണ്ട്. പിന്നെ നബി തങ്ങൾ മഹാൻ വിശദീകരിക്കുകയാണ്, ഷഹീദാകണം എന്നെപ്പോഴും ദുആ ചെയ്തുകൊണ്ട് നടന്ന ഒരു മനുഷ്യൻ, എന്നെ ഷഹീദായി മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്തു. അദ്ദേഹം ഷഹീദ് അല്ലാത്ത രീതിയിൽ മരിച്ചാലും അവനും ഷഹീദിന്റെ കൂലി പരലോകത്ത് അല്ലാഹു തആല നൽകും എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത്രയും ആളുകൾ പരലോകത്ത് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ പരലോകത്ത് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന സൽക്കർമ്മങ്ങൾ ലോകത്ത് ആരെല്ലാം ചെയ്തോ അവരൊക്കെ ഖബറാകുന്ന വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവന് അവിടെ ചോദ്യങ്ങളില്ല, അവന് ശിക്ഷകളിൽ നിന്ന് ഇളവുണ്ട്. ഇതിനൊക്കെ മഹാന്മാരെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി 4-ാമത്തത്, ഇപ്പോ ആദ്യം നമ്മൾ പറഞ്ഞു ഷഹീദായ ആള്, 2-ാമത്തത് യുദ്ധ സന്നദ്ധരായി കഴിഞ്ഞുകൂടുന്നതായ ആളുകൾ, 3-ാമത്തത് പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധി രോഗം വന്ന് പിടിപെട്ടതായ ആളുകൾ, ഇവർക്ക് ഖബറിൽ പിന്നെ ശിക്ഷയില്ല. ആ പറയുന്ന കൂട്ടത്തിലാണ് നമ്മൾ ആരൊക്കെ ഷഹീദാണ് എന്ന് പറഞ്ഞത്. ഈ ഷഹീദ് ആയി എണ്ണപ്പെട്ടവർക്കൊന്നും ഖബറിൽ ശിക്ഷയില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. 4-ാമത്തത് സിദ്ദീഖ് എന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ. പ്രവാചകന്മാര് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള വിഭാഗമാണ് സിദ്ദീഖുകൾ. ഫാത്തിഹ സൂറത്തിലൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നത് ഇവരോടൊപ്പം കൂടാനാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലേക്ക് അല്ലാഹുവേ ഞങ്ങളെ നീ വഴി നടത്തേണമേ, സന്മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തേണമേ. എന്നിട്ട് ഫാത്തിഹ സൂറത്തിൽ പറയുന്നു, ആരാണ് ചൊവ്വായ വഴിയിൽ ജീവിച്ചവർ? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത ആളുകൾ, അനുഗ്രഹം ചെയ്ത ആളുകളാണ്. മറ്റൊരായത്തിൽ വിശദീകരിക്കുന്നുണ്ട്, മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ,
നബിമാര്, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ ഇവരൊക്കെ അള്ളാഹ് അനുഗ്രഹം ചെയ്തവരാണ്. അവരോടൊപ്പം ഞങ്ങളെ ചേർക്കണേ എന്നാണ് എല്ലാ നിസ്കാരങ്ങളിലുമുള്ള ഫാത്തിഹകളിലും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞ രണ്ടാമത്തെ സ്ഥാനമുള്ളവർ, ഏറ്റവും ലോകത്ത് മഹത്വമുള്ളവർ പ്രവാചകന്മാരാണ്. പ്രവാചകന്മാര് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പുള്ളവരാണ് സിദ്ദീഖുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ദീഖാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥകൾ ഒരു സംശയവും അതിലില്ലാതെ വിശ്വസിച്ച് അത് അമൽ ചെയ്യുന്ന ആൾ, അതാണ് സിദ്ദീഖുകൾ. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യമാക്കുന്ന ആളെന്നാണ്. സംശയത്തിന്റെ ഒരംശവും മനസ്സിലേക്ക് വരാതെ അള്ളാഹ് എന്ത് പറഞ്ഞോ, നബി എന്ത് പറഞ്ഞോ അത് അതേപോലെ സ്വീകരിച്ച് അമൽ ചെയ്യുന്ന ആളുകളാണ് സിദ്ദീഖുകൾ. അല്ലാഹു തആല അതിൽ നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. കുറച്ച് പാടാണ് അതിൽ പെടാൻ. സിദ്ദീഖുൽ അക്ബർ, ഏറ്റവും അക്ബറായ ഏറ്റവും വലിയതായ സിദ്ദീഖ് എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയാറ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാര് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളതായ വ്യക്തി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെ സിദ്ദീഖുകളുടെ ഗണത്തിൽപ്പെട്ട ആളുകൾ, അവർക്കും ഖബറിൽ ചോദ്യമുണ്ടാവുകയില്ല, ശിക്ഷയുണ്ടാവുകയില്ല. ഇനി അഞ്ചാമത്തത്, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതായ കൊച്ചുമക്കൾ, അവർക്കും ഖബറിൽ ചോദ്യമില്ല. അതുകൊണ്ടാണല്ലോ പ്രായപൂർത്തി എത്താത്ത ചെറിയ കുട്ടികളൊക്കെ മരിച്ചു പോയാൽ അവർക്ക് തസ്ബീത്ത് ഇല്ല. തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഈ മയ്യത്തിനെ ഉറപ്പിച്ചു നിർത്തണമേ. വൽഹിംഹുൽ ജവാബ്, ഉത്തരം പറയാൻ നീ തോന്നിപ്പിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, മയ്യത്തിന് പുറത്തു കൊടുക്കണമേ. ഇതൊക്കെ നമ്മൾ ആ മറമാടുന്ന സമയത്ത് പറയുന്നതാണല്ലോ തസ്ബീത്ത്. ഈ തസ്ബീത്ത് പ്രായപൂർത്തിയാവാത്ത കുട്ടി മരിച്ചു പോയാൽ ആ കുട്ടിക്ക് ചൊല്ലിക്കൊടുക്കൽ സുന്നത്തില്ല. അത് കഴിഞ്ഞുകൊണ്ടുള്ള തൽക്കീനും ആ കുട്ടിക്ക് ചൊല്ലിക്കൊടുക്കേണ്ടതില്ല. കാരണം ഖബറിലുള്ള ഒരു ശിക്ഷയും ആ കുട്ടിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് തസ്ബീത്തും തൽക്കീനും ചെറിയ കുട്ടികൾ മരിച്ചാൽ വേണ്ട എന്ന് പറയുന്നത്. എന്നാ പിന്നെ നിസ്കരിക്കണം. ജനിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ജീവൻ ഉണ്ടെങ്കിൽ, ജനിച്ച സമയത്ത് ചെറുതായിട്ടെങ്കിലും ഒന്ന് കരഞ്ഞു എങ്കിൽ ആ കുട്ടിയെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, മറവ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഇനി ജനിച്ച സമയത്ത് ജീവനില്ല എങ്കിൽ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണ്ട, മറവ് ചെയ്യണം. ജീവൻ ഉണ്ടെങ്കിൽ മാത്രം നിസ്കരിച്ചാൽ മതി എന്നതാണ് ശരീഅത്തിന്റെ നിയമം. അപ്പൊ എന്തോ ആവട്ടെ, പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് ഒരു കുഞ്ഞ് മരണപ്പെട്ടു പോയാൽ ആ കുഞ്ഞിനോടും ഈ രീതിയിലുള്ളതായ ഒരു ചോദ്യവും പരലോകത്തുണ്ടാവുകയില്ല, ഖബറിലുണ്ടാവുകയില്ല. ആറാമത്തത്, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത് ആറാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെടുന്ന ഒരു വ്യക്തി. അല്ലാഹു തആല അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളെല്ലാവരും മരിക്കും. വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകല്, അതിൽ മരിക്കുക അതൊരു ഭാഗ്യമാണ്. നമ്മുടെ അലീക്ക ഇന്ന് മരണപ്പെട്ടു പോയി. 8:30 മരിച്ച് 11 ആണിയപ്പോഴേക്ക് അദ്ദേഹത്തെ നമ്മൾ 12 ഉള്ളിലായിട്ട് മറവ് ചെയ്യുകയും ചെയ്തു. അതിന് വലിയൊരു സൗഭാഗ്യമാണ്. വെച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് മരിച്ചാൽ ഉടനെ നമ്മളത് മറവ് ചെയ്യണം. വെള്ളിയാഴ്ച മരിച്ചതിൻ്റെ മഹത്വമെല്ലാം അല്ലാഹു തആല ആ സഹോദരന് പ്രധാനം നൽകുമാറാവട്ടെ. കൊറോണയുടെ മുമ്പുള്ള നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അദ്ദേഹം വന്നിരുന്നു. നല്ല കാര്യങ്ങളിലൊക്കെ ഒരുപാട് മുമ്പന്തിയിലുണ്ടായിരുന്ന ആളാണ്. നമ്മുടെ പള്ളിയിൽ കുറഞ്ഞ കാലം സെക്രട്ടറി ആയിട്ടൊക്കെ സേവനം ചെയ്തതായ ആളാണ്, പ്രവർത്തിച്ച ആളാണ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ബർസഖിയായ ലോകം ഖൈറിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പള്ളിക്ക് ചുറ്റും മറവട്ടെ കൂടെ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നന്മ പ്രദാനം നൽകുമാറാവട്ടെ. അപ്പം ചുരുക്കത്തിൽ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ, ഇതിൽ മരണപ്പെടുന്ന ആളുകൾക്ക് ഖബറിൽ ചോദ്യമുണ്ടാവുകയില്ല. അത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് കാണാം. ഹദീസിലുള്ളത് ഖബറിൽ അവനെ ഫിത്നയാക്കപ്പെടുകയില്ല എന്നാണ്. ചോദ്യമില്ല എന്ന വാക്ക് ഹദീസുകളിലില്ല. ഈ ഹദീസ് ധരിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ, ഇപ്പൊ സുന്നി ആശയത്തോട് വിമർശനമുള്ള ചില ആളുകളുടെയൊക്കെ പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്. ചില ഉസ്താദുമാര് പറയും വെള്ളിയാഴ്ച മരിച്ച ഖബറിൽ ചോദ്യമില്ല എന്ന് നബി പറഞ്ഞു.
ഹദീസിൽ ഖബറിൽ ഫിത്തിന ഇല്ല എന്നാണ്. ഫിത്തിന എന്ന് പറഞ്ഞാൽ ഖബറിലുള്ള പ്രയാസങ്ങൾ അവനുണ്ടാവുകയില്ല. ഖബറിലുള്ള പ്രയാസങ്ങളിൽ വലിയ ഒരു പ്രയാസം തന്നെയാണ് ചോദ്യം ചോദിക്കുക എന്നത്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ ആ ഹദീസിന്റെ ആശയം ചോദ്യം ഉണ്ടാവുകയില്ല എന്നതാണ് എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു. അതാണ് ഞാൻ വിശദീകരിക്കുന്നത്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ അത് ചോദ്യം ഉണ്ടാവുകയില്ല എന്നതുകൊണ്ട് ഉദ്ദേശം ചോദ്യം ചോദിക്കുമ്പോഴുള്ള ആ ഒരു ഭീകരാവസ്ഥയും ചോദ്യം ചോദിച്ചതിന്റെ പേരിലുള്ള ആ ഒരു ബുദ്ധിമുട്ടിക്കലും അത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവുകയില്ല എന്നാണ്. ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയാൻ അല്ലാഹു തആല അവനെ തോന്നിപ്പിക്കുകയും ചെയ്യും. അതാണ് ഖബറിൽ ഫിത്നയുണ്ടാവുകയില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് മറ്റു ചില പണ്ഡിതന്മാരും ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ രണ്ട് വ്യാഖ്യാന പ്രകാരവും വെള്ളിയാഴ്ച മരണപ്പെട്ടു കഴിഞ്ഞാൽ നന്മയാണ് എന്നാണ് വരുന്നത്. ചിലവർ ചോദ്യം എന്ന് പറഞ്ഞതിനെ ചില പണ്ഡിതന്മാർ വിമർശിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നാലും ഖബറിൽ ഇളവുകളുണ്ട്, ശിക്ഷാ ഇളവുകളുണ്ട്. അല്ലാഹു തആല ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ അവർക്ക് തോന്നിപ്പിക്കും എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ മഹാന്മാർ ഈ ഹദീസിന് നൽകുന്നു. അപ്പൊ ചുരുക്കത്തിൽ വെള്ളിയാഴ്ച മരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഖബറിൽ ശിക്ഷക്ക് തീരെ ചോദ്യമില്ല എന്നോ അല്ലെങ്കിൽ ശിക്ഷക്ക് ഇളവുണ്ട് എന്നോ ചോദ്യം ചോദിച്ചാൽ അല്ലാഹു തആല ആ ഉത്തരം അവന്റെ മനസ്സിൽ തോന്നിപ്പിക്കുമെന്നോ ഈ മൂന്നാലൊരർത്ഥമാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. ഏത് അർത്ഥം വെച്ച് കൊടുത്താലും അൽഹംദുലില്ലാഹ് ഖൈറാണ്. അല്ലാഹു തആല അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതാണ് ആറാമത്തത്. ഏഴാമത്തത് മഹാൻ വിശദീകരിക്കുകയാണ്. എല്ലാ രാത്രിയും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. സൂറത്തുൽ മുൽക്ക് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന ഈ സൂക്തം മദ്രസയിൽ 6ാം ക്ലാസ്സിലാണ് ഈ സൂറത്തുൽ മുൽക്ക് കുട്ടികളെ കൊണ്ട് നമ്മൾ പാരായണം ചെയ്യിപ്പിക്കുന്നത്. അതെന്തിനു വേണ്ടിയാ? ജീവിതത്തിൽ അവർ പാരായണം ചെയ്യാനാണ്. കുറഞ്ഞ ആയത്തുകളേ ഉള്ളൂ, ഒറ്റ പേജല്ലേ ഉള്ളൂ, അപ്പുറമൊക്കെ. ഈ ഒരു സൂക്തം മുടങ്ങാതെ ഒരാൾ പാരായണം ചെയ്താൽ ഖബറിൽ അവന് ശിക്ഷയുണ്ടാവുകയില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മഹാൻ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഓതുന്ന സമയത്ത് പടച്ചവനെ ഖബർ ശിക്ഷ എനിക്ക് ലഘൂകരിച്ച് തരണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന ഓതുന്ന സമയത്തോ ഓതി കഴിഞ്ഞ ശേഷമോ ഇവന്റെ മനസ്സിലുണ്ടാകണം. ആ നിലക്ക് പാരായണം ചെയ്യുകയും മുടങ്ങാതെ ഓതുകയും ചെയ്താൽ ഈ സൂറത്തുൽ മുൽക്ക് ഓതിയതിന്റെ ഫലമായി അവന് ഖബർ ശിക്ഷയില്ല എന്ന് വിശദീകരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു സംശയം ഉണ്ടാകും, ഉസ്താദേ സഹോദരിമാർക്ക് എല്ലാ ദിവസവും അങ്ങനെ ഓതാൻ കഴിയില്ലല്ലോ, ശുദ്ധിയില്ലാത്ത ടൈമുകളിലോ. അത് മഹാന്മാർ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്ന് വരുമ്പോ അത് ഖുർആനിലേറെ പരലോകത്തുള്ള ആദ്യ കവാടമായ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാനുള്ള ഒരു ദിക്ർ എന്ന ആ ഒരു ഗണത്തിലാണ് അത് പെടുക. അതുകൊണ്ട് മുസ്ഹഫ് തൊടാത്ത രീതിയിൽ ഖബറിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ദിക്ർ എന്ന ഉദ്ദേശത്തിൽ ആ ശുദ്ധിയില്ലാത്ത സമയത്തും സഹോദരിമാർക്ക് ഇത് പാരായണം ചെയ്യാം. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ആയത്തുൽ കുർസി ഖുർആനാണ്, എന്നാൽ കിടന്നുറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്ർ എന്നുള്ള നിലക്ക് അത് ചൊല്ലാം. ഫാത്തിഹ സൂറത്ത് ഒരു ദിക്ർ എന്നുള്ള നിലക്ക് നമുക്കത് ചൊല്ലാം. ബിസ്മി ഖുർആനിലെ ഒരു ആയത്താണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ശുദ്ധിയില്ലെങ്കിലും ഖുർആൻ നിർദ്ദേശിച്ച ഒരു ദിക്ർ എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്ക് ചൊല്ലാം. അതേപോലെ ഖബറിലെ ശിക്ഷ ലഭിക്കാതിരിക്കാനുള്ള ഒരു ദിക്ർ എന്ന ഉദ്ദേശത്തിൽ സഹോദരിമാര് പതിവായി ഓതുന്നത് ആ സമയത്തും അവർക്ക് ഓതാവുന്നതാണ്. മഹാന്മാര് വിശദീകരിക്കുന്നു. തൊടാൻ പാടില്ല. കുറെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഓതുമ്പോ നമുക്കത് കാണാതെ പഠിയും. ഖുർആൻ പെട്ടെന്ന് പഠിയുകയും പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യുന്നൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്, പെട്ടെന്ന് പഠിയും, അതേപോലെ മറന്നു പോവുകയും ചെയ്യും. ഉപയോഗിച്ചില്ല എങ്കിൽ മറന്നു പോകുന്ന ഒരു കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കെട്ടിയിട്ട ഒട്ടകം അതിന്റെ ആ കെട്ടിൽ നിന്ന് അഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് അത് ഓടിക്കളയുമോ അതിനേക്കാൾ വേഗത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയത് അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് മറന്നു പോകും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നു. അപ്പൊ ഈ 6 കാര്യങ്ങൾ ഒരു മനുഷ്യൻ
ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാനുള്ള കാരണങ്ങളായി മഹത്തുക്കളായ ആളുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു പോയിന്റാണ്. എല്ലാവരും നമ്മൾ മരിക്കുന്ന സമയത്ത് ആ ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മുടെ എല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെയാവാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാതെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പാരത്രിക ലോകത്തിൻ്റെ ആദ്യ കവാടമായ ഖബറിലുള്ള ഫിത്നകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും എന്നതാണ് മഹാന്മാർ വിശദീകരിച്ച് തരുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത് ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണമെന്നാണ്. അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരി പ്രത്യേകമായി അവരുടെ മകള് ശ്വാസമുട്ട്, ഷുഗർ കുറയൽ, ഇങ്ങനെയുള്ള പ്രഷർ കുറയൽ, പല നിലക്കുള്ള പ്രശ്നം കാരണം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സഹോദരൻ അദ്ദേഹം ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുവന്ന് പ്രത്യേകം ദുആ ചെയ്യണം, കൊച്ചുമക്കളുടെ കാര്യത്തിലൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ സംഭാവനകളെയൊക്കെ കബൂലാക്കുമാറാവട്ടെ. എന്താണോ അതൊക്കെ നൽകുന്നത് കൊണ്ട് ആ മക്കളുടെ കാര്യത്തിൽ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലാഹുവേ, നീയാണ് എല്ലാവരുടെയും മനസ്സ് നിയന്ത്രിക്കുന്നവൻ. ഈ ക്ലാസിൻ്റെ, ഖുർആനിൻ്റെ, ഹദീസിൻ്റെ ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരുടെ ഹലാലായ മുറാദുകളെ നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആ ഒരു ഹദീസ് വായിച്ചുകൊണ്ട് അതിൻ്റെ ബൈത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. മൂന്നാമത്തെ അല്ലേ? بسم الله الرحمن الرحيم. روي أن آمنة رضي الله عنها رأت حين وضعته صلى الله عليه وسلم نورا أضاء له قصور بصرى من أرض الشام. وروي أن آمنة رضي الله عنها قالت لما وضعته صلى الله عليه وسلم مددت عيني لأنظر ولدي فلم أره ثم وجدته في المخدع وهو مكحول مدحون مختون ملفوف بثوب من الصوف الأبيض ألين من الحرير يفوه الطيب من جنابه فجعلت أنظر إليه فإذا منادي ينادي يخفوه عن أعين الناس. قالت فما كان غيبته وحضوره إلا كلمح البصر. ولما كنت متحيرة من ذلك إذا بثلاثة نفر قد دخلوا علي كأن وجوههم مخمار وفي يد أحدهم إبريق من الفضة ومع الآخر تشت من الزبرجد الأخضر وفي يد الثالث حريرة بيضاء مطوية فنشرها فإذا هي خاتم يحير عين الناظرين. من شدة نوره حمل بني وناوله لصاحب التشت وأنا أنظر إليه فغسله من ذلك الماء الذي في الإبريق 7 مرات ثم قال لصاحب اختم بين كتفيه بخاتم النبوة فهو خاتم النبيين وسيد أهل السماوات والأرض أجمعين. وقيل لما ولد صلى الله عليه وسلم خمدت تلك الليلة نار فارسة بعد الضرام ولم تكن خمدت قبل ذلك ب1000 أيام وارتج إيوان كسرى وسقطت منه 14 شرفة وغالت بحيرة صاوة فأصبحت أصنام الدنيا كلها منقوصة ورميت الشياطين من السماء بالسحب الثواقب فانبلج صبح اللقب وبطل ما كان يعمله كل كاذب. وروي عن يحيى بن عروة أن نفرا من قريش كانوا عند صنم من صنامهم قد اتخذوا ذلك اليوم عيدا من صنامهم ينهرون فيه الجزور ويأكلون ويشربون وقد عكفوا عليه يخوضون ويلعبون فدخلوا عليه فوجدوه مكبوبا على وجهه فانكروا عند ذلك عليه وردوه إلى حاله فانقلب انقلاب صاغر ففعلوا ذلك 3 وهو لا يستقيم. فلما رأوا ذلك أبدوا حزنا وتعلما فأصبح الليث الذي كانوا فيه مأتما. فقال عثمان بن الحويرث ما له قد أكثر التنكس إن هذا لأمر حدث وانشد وقلبه يصلى بالنار. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. അയാ സാനമൽ ഈദില്ലദീ സഫ ഹൗലഹു സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക കുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ബരിയതി. ഫഇൻ കുന്ത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ നബൂഉ ബിഇഖ്റാരിൻ വനൽവി അനിൽ ദംബി. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. വഇൻ കുന്ത മഗ്ലൂബൻ വനുക്കിസ്ത സാഗിറാ ഫമാ അന്ത ഫിൽ ഔസാനി ബിസ്സയ്യിദിർ റബ്ബി. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. തറദ്ദാ ലിമൗലൂദിൻ അളാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റഅബി. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. വനാറു ജമീഇൽ ഫുർസി ഖദ് ഖാമിദത് ലഹു വഖദ് ബാത ശഹുൽ ഫുർസി ഫീ അഅ്ളമിൽ കർബി. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. ഫയാ ലാ ഖുസയ്യിൻ യർജിഉ അൻ ളലാലികും വഹുബു ഇലൽ ഇസ്ലാമി വൽ മൻസിലിർ റഹ്ബി. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. آمين. الحمد لله رب العالمين حمدا يوفي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد
അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ഞങ്ങൾ ആദ്യ ഭവനമായിട്ടുള്ള ഖബറിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ രക്ഷപ്പെടാനുള്ള വഴികളാണ് ഞങ്ങൾ പറഞ്ഞത്. അതിലേതെങ്കിലും ഒന്നെങ്കിലും ഞങ്ങളുടെ നിത്യജീവിതത്തിൽ കൊണ്ടു നടന്ന് ആ ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഖബർ ശിക്ഷ ഇളവ് നൽകുന്നവരിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ മുത്തഖീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ, ആഖിറം വിജയിക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ഈ ക്ലാസ്സും വന്നു ചേരലും ഒത്തുകൂടലും ഈ പറയലും ചൊല്ലലും എല്ലാം ആഖിറത്തിൽ ഞങ്ങൾക്ക് ഉപകാരമുള്ള അമലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് പേര് ദുആ കൊണ്ട് രോഗികളായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കാലുവേദന, വയറുവേദന, പല നിലക്കുള്ള പ്രശ്നങ്ങൾ, കൊളസ്ട്രോൾ, പ്രഷർ, പല നിലക്കുള്ള ശ്വാസം മുട്ടലുകൾ പല കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഉള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നിനക്കറിയാം. എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ വീട്ടണേ റഹ്മാനെ. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. ഇബാദത്തുകൾക്ക്, ജോലികൾക്ക് തടസ്സമാകുന്ന രോഗങ്ങൾ നൽകി ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കരുതേ റഹ്മാനെ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ചീരണി കൊണ്ടുവന്ന സഹോദരൻ എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ പടച്ചവനെ, ആ ഉദ്ദേശത്തെ നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ. അവരുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നതിൽ അത് നീ റാഹത്താക്കണേ റഹ്മാനെ. അല്ലാഹുവെ, പഠിക്കാനുള്ള ഉത്സാഹതയും നല്ല മനസ്സും മാതാപിതാക്കൾ അനുസരിക്കാനുള്ള ബോധവും ദീനിയായ ചിന്തയും ആ കൊച്ചിനും ഞങ്ങളെല്ലാ മക്കൾക്കും, ഞങ്ങൾ ഓത്തുപള്ളിയിൽ പഠിക്കുന്ന മുഴുവൻ മക്കൾക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകാരമുള്ള നല്ല മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവെ, എത്ര പഠിച്ചിട്ടും മണ്ടയിൽ കയറാത്ത മക്കളുണ്ട് റബ്ബേ, അവർക്ക് നീ ഫഹ്മ് കൊടുക്കണേ റഹ്മാനെ. ആഖിറം വിജയിക്കാനുള്ള വഴി അവർക്കും ഞങ്ങൾക്കും നീ തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പാദ്യം ഞങ്ങളുടെ ശിഷ്യന്മാരാണ്, ശിഷ്യകളാണ്, ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളാക്കണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ, ഉമ്മ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, അല്ലാഹുവേ, ആറടി മണ്ണിലാണ് അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഇന്ന് മരണപ്പെട്ടു പോയ അലീക്കയടക്കം ഈ പള്ളിക്കാട്ടിൽ മറവട്ട് കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഈ ക്ലാസ്സിൽ വന്നിരുന്ന പല സഹോദര സഹോദരിമാരും പല പള്ളിക്കാടുകളിലാണ്, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഈ ക്ലാസ്സിൽ വന്നിരുന്ന ഉമ്മമാർ, ഉപ്പമാർ, ഒരുപാട് ആഗ്രഹിച്ച് വിഷമം സഹിച്ച് വേദന സഹിച്ചും ഈ ക്ലാസ്സിൽ വന്നിരുന്നവർ പലരും മരണപ്പെട്ടു പോയി, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വരോഗ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ കൈനീട്ടാതെ വഷളാവാതെ ഞങ്ങളെ എല്ലാവരെയും നീ ജീവിപ്പിക്കണേ റഹ്മാനെ. അതിനാവശ്യമായ ഞങ്ങളുടെ കച്ചവടങ്ങൾ, ബിസിനസ്, ഞങ്ങളുടെ മഹീഷത്തിൻ്റെ വഴികൾ, ജോലികൾ, വാഹനങ്ങൾ, വീടുകൾ, ഇതിലെല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവസാനം ഈ ലോകത്ത് നിന്ന് ഞങ്ങൾ വിട പറഞ്ഞു പോകുന്ന സമയത്ത് പരിപൂർണ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഞങ്ങളെ നീ മരിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.